10 വർഷം മുൻപത്തെ കേരളത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. കേരളത്തിന്റെ സമാദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തെ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം എല്ലാവരോടും നമുക്ക് അഭ്യർത്ഥിക്കാം. നമ്മുടെ ഈ പൊതുസമൂഹത്തോട് കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ വച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഒന്നും ചെയ്യാത്തവർ. ഒരു കാര്യം കൂടി പറഞ്ഞെന്റെ വാക്കുകൾ അവസാനം. ഈ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സത്യം സംസാരിക്കട്ടെ. സത്യം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 2026 ഏപ്രിൽ മാസം 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം വരുമ്പോൾ ഇവിടെ ചെങ്കൊടി ഉയരട്ടെ. അതിനുവേണ്ടി നമുക്ക് അക്ഷീണം പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2026 ഏപ്രിൽ മാസം 9-ാം തീയതി നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോവുകയാണ്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ വികസനം വേണോ, ജനക്ഷേമം വേണോ എന്ന് നാം തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്. ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമവും സാധ്യമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാലയളവിൽ നാം വലിയ പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിട്ടു. ഒരു നൂറ്റാണ്ടിന്റെ മഹാപ്രളയം. ആ പ്രളയത്തിൽ നമ്മൾ കൈകൾ പരസ്പരം കോർത്തുപിടിച്ചു. നമ്മൾ ഒന്നായി നിന്നു. അന്ന് ചെളി മൂടിയ നമ്മുടെ വീടുകൾ, നമ്മുടെ റോഡുകൾ, നമ്മുടെ കടകൾ, അവിടെ നിന്നെല്ലാം സാധാരണ നിലയിലേക്ക് ജീവിതം തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരു മനസ്സോടെ നമ്മൾ പ്രവർത്തിച്ചു. പിന്നീട് കോവിഡ് വന്നു, മഹാമാരി. ലോകം കോവിഡിന് മുന്നിൽ വിറങ്ങലിച്ച് നിന്നപ്പോൾ കേരളം വളരെ സുശക്തമായി കോവിഡിനെ നേരിട്ടു. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലം 1-ാം തരംഗം. ഈ സർക്കാരിന്റെ ആദ്യ ഒരു വർഷം 2-ാം തരംഗവും 3-ാം തരംഗവും. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം കോളേജുകൾ, സ്കൂളുകൾ, ഓഡിറ്റോറിയങ്ങളെല്ലാം CFLTCകളും CSLTCകളുമായി മാറി. ഹോസ്റ്റലുകൾ CFLTCകളായി മാറി. മൃതദേഹം വീട്ടിൽ കൊണ്ടുവരാൻ പോലും കഴിയാതെയിരുന്ന ഒരു കാലഘട്ടം. അവിടെ നിന്ന് നമ്മൾ മഹാമാരിയെ ലോകത്തിന് മാതൃക തീർത്തുകൊണ്ട് വളരെ ശക്തമായി, ഭദ്രമായി നേരിട്ടു. ഏറ്റവും ഒടുവിൽ കണക്കുകൾ വരുമ്പോൾ നമ്മൾ കാണുന്നു, ഏറ്റവും മികച്ച നിലയിൽ കോവിഡ് മരണനിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം, ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറവ് മരണനിരക്കുള്ള സംസ്ഥാനവും കേരളമാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അതിജീവിക്കുന്നതിന്, അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സാധ്യമാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോഴുമൊക്കെ അതിനെ മറികടക്കുവാൻ ഒപ്പം നിന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയാഭിവാദ്യങ്ങളും നന്ദിയും ആദരവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. 10 വർഷം മുൻപത്തെ കേരളത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 10 വർഷം മുൻപ് നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തിന്റെ സ്ഥിതി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ റോഡ് പോലും BM&BC ടാറിംഗ് ചെയ്തത് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ മികച്ച ടാറിംഗ് ചെയ്ത റോഡുകൾ അന്നുണ്ടായിരുന്നില്ല 10 വർഷം മുൻപ്. 10 വർഷം മുൻപ് നമ്മൾ ഈ കോഴഞ്ചേരി വൺവേയിലൂടെ കടന്നു പോകുമ്പോൾ കോഴഞ്ചേരിയിലുള്ളവർക്കും അവിടെ പഠിച്ചവർക്കും അല്ലാതെ അവിടെ ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. പഴയ ഓടിട്ട, ഏതു സമയവും താഴെ വീഴാം എന്ന നിലയിൽ നിലനിൽക്കുന്ന സ്കൂൾ കെട്ടിടം. 10 വർഷം മുൻപ് നമ്മുടെ കോഴഞ്ചേരി ആശുപത്രിയിൽ ഡയാലിസിസ് ഉണ്ടായിരുന്നില്ല. നല്ല കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് ഇടതുവശത്തുള്ള
പഴയ ഓടിട്ട കെട്ടിടം, ഓടോ ആസ്ബറ്റോസോ ഇട്ട കെട്ടിടമായിരുന്നു കാഷ്വാലിറ്റി ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്, അത്യാഹിത വിഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ ആവശ്യമായിരുന്നു പമ്പയുടെ കുറുകെ ഒരു പാലം. കാരണം നല്ല തിരക്കുള്ള സമയങ്ങളിൽ മാരാമൺ കൺവെൻഷൻ ആകട്ടെ, ചെറുകോൽപ്പുഴ കൺവെൻഷൻ ആകട്ടെ, ശബരിമല സീസൺ ആകട്ടെ, അതല്ല മറ്റ് വിശേഷാവസരങ്ങളിലും അല്ലാതെ മാർക്കറ്റ് ഉള്ളപ്പോഴും ഒക്കെ തന്നെ ജനനിബിഡമാകുന്ന യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കോഴഞ്ചേരി. ഇവിടെ ഒരു സമാന്തരമായ പുതിയ പാലം വേണമെന്നുള്ളത് പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമായിരുന്നു. 10 വർഷം മുൻപ് സംസ്ഥാനത്തിന്റെ പൊതുസ്ഥിതി, ഞാൻ കോഴഞ്ചേരിയുടെ 3-4 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. 10 വർഷം മുൻപ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിപ്പോയിരുന്നു. അൺഎക്കണോമിക് എന്നൊരു വാക്കുണ്ടായിരുന്നു അന്ന്. അതായത് നഷ്ടത്തിലാണ് സർക്കാർ സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ എന്നുള്ളതായിരുന്നു അത്. 10 വർഷം മുൻപ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ, ജില്ലാ ആശുപത്രികളിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഉണ്ടായിരുന്നില്ല. 10 വർഷം മുൻപ് 10 ആശുപത്രികളിൽ മാത്രമേ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 10 വർഷം മുൻപ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന, അല്ലെങ്കിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ ഉണ്ടായിരുന്നില്ല. ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 55-60 ലക്ഷം രൂപയാണ് സ്വകാര്യ മേഖലയിൽ. 10 വർഷം മുൻപ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലാബുകൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ന് കാത്ത് ലാബുകളെ കുറിച്ച് പറയുന്നു. നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ രക്തപരിശോധനയ്ക്കോ അടിസ്ഥാന പരിശോധനയ്ക്കോ ഉള്ള ലാബുകൾ ഉണ്ടായിരുന്നില്ല. 10 വർഷം മുൻപ് ഇതുപോലെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയം നമ്മുടെ നാട്ടിൽ 1.5 വർഷം പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. 500 രൂപയായിരുന്നു അന്ന് പെൻഷൻ. ആ 500 രൂപ 18 മാസം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 കേരളത്തിൽ അധികാരത്തിൽ എത്തുന്ന സാഹചര്യത്തെക്കുറിച്ചാണ്. സമസ്ത മേഖലകളിലും കേരളം പിന്നോട്ട് പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ നിന്ന് 4 മിഷനുകൾ നമ്മൾ ആവിഷ്കരിച്ചു. ആ 4 മിഷനുകൾ ആർദ്രം ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, ഹരിത കേരള മിഷൻ, അതോടൊപ്പം ലൈഫ് മിഷൻ, 4 മിഷനുകൾ ആവിഷ്കരിക്കപ്പെട്ടു. ആറന്മുള നിയോജക മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ്. 12 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. ഇരവിപേരൂർ പഞ്ചായത്തിൽ അങ്ങ് വള്ളംകുളം പാലം മുതൽ അച്ചൻകോവിൽ 6 വരെ, കുമ്പഴ വരെ നീളുന്ന, അതോടൊപ്പം കുളനട മുതൽ അങ്ങ് നാരങ്ങാനം കടമനിട്ട ക്ഷേത്രം കഴിഞ്ഞ് അങ്ങ് വാഴക്കുന്നം വരെ നീണ്ടു നിൽക്കുന്ന വലിയ നിയോജക മണ്ഡലം. നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ആശുപത്രികൾ വേണം. നമ്മൾ ഇവിടെ നിന്നൊരു നെഞ്ചുവേദന ഉണ്ടായാൽ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ്. പത്തനംതിട്ടയിൽ നിന്നൊരാൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ കോഴഞ്ചേരിയൊക്കെ പിന്നിട്ട് പോകുമ്പോഴേക്കും ഒരു പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കുവാൻ നല്ല സ്കൂളുകൾ വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. പ്രവാസികൾ ധാരാളമുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അവരുൾപ്പെടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ തൊഴിലാളി സഹോദരങ്ങൾ, നമ്മുടെ കർഷക സഹോദരങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, മാതാപിതാക്കൾ, പ്രായമുള്ള ആളുകൾ ധാരാളമുള്ള സ്ഥലമാണ്, താമസിക്കുന്ന സ്ഥലമാണ്. മാതാപിതാക്കൾ, പേരൻസ് ഒറ്റയ്ക്കും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പ്രദേശം. അവരൊരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല റോഡ്, സ്മൂത്തായിട്ട് പോകുന്ന, വാഹനം പോകുന്ന ഒരു റോഡുകൾ വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 2016 ആറന്മുള നിയോജക മണ്ഡലത്തിൽ BMC ടാറിംഗ് ചെയ്ത റോഡുകളുടെ എണ്ണം 0 ഇന്ന് ആറന്മുള നിയോജക മണ്ഡലത്തിൽ മേജർ റോഡുകൾ 80 എണ്ണം BMC ടാറിംഗ് പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അന്ന് 10 വർഷം മുൻപ്, നമ്മൾ അതിനു മുൻപുള്ള ഒരു 10 വർഷം ആലോചിച്ചാൽ ഒറ്റ പാലം പോലും നിർമ്മിക്കാത്തൊരു കാലഘട്ടമാണ് അത്. പക്ഷെ ഇന്ന് നോക്കൂ, ഇന്ന് നമ്മുടെ കോഴഞ്ചേരി പാലം, അതിനു മുൻപ് ആദ്യം നമ്മൾ നിർമ്മിച്ചത് പമ്പയ്ക്ക് കുറുകെയുള്ള ആഞ്ഞിലിമുട്ടിക്കടവ് പാലമാണ്. ആഞ്ഞിലിമുട്ടിക്കടവ് പാലം, കോഴഞ്ചേരി പാലം, മണ്ണാക്കടവ് പാലം, വയറപ്പുഴ പാലം, കോട്ടപ്പാലം, പുതുക്കുളങ്ങര പാലം, അങ്ങനെ കരിയിലമുക്ക് പാലം, അങ്ങനെ തുടങ്ങി 8-9 പാലങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക്. ഇതിൽ വയറപ്പുഴ മാത്രമാണ് ഇനി ഏതാനും മാസങ്ങൾ, ഒരു 7 മാസങ്ങൾ എടുക്കുകയുള്ളൂ. അവിടെ ഇപ്പോൾ ഉത്സവം നടക്കാനായിട്ട് പോവുകയാണ്. അടുത്ത ഉത്സവത്തിന് മുൻപ് ഇപ്പുറത്ത് കുളനട, അപ്പുറത്ത് പന്തള മഹാദേവ ക്ഷേത്രമാണ്. 100 വർഷത്തെ പഴക്കമുണ്ട് ആ നാടിന്റെ ആവശ്യത്തിന്. കാരണം പന്തള മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഇവിടെ നിന്ന് ആളുകൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അവിടേക്ക് പോകേണ്ടിയിരുന്നത്.
അപ്പോ നമ്മൾ രേഖകളിൽ വായിക്കുന്നു, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന സരസകവി മൂലൂർ, അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വയറപ്പുഴയിൽ ഒരു പാലം വേണം എന്നുള്ളത്. 100 വർഷം മുൻപത്തെ രേഖകളാണ്. അത് നമ്മൾ യാഥാർത്ഥ്യമാക്കി. ഇന്ന് ബഹുമാന്യനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇവിടെയുണ്ട്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത് അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ യാതൊരു തടസ്സവുമില്ലാതെ അന്ന് 10 കോടി രൂപ അനുവദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ പേപ്പർ ഒപ്പിട്ട് തന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്കവിടെ വയറപ്പുഴയിൽ പാലം അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. മണ്ണാക്കടവിലെ പ്രദേശത്തെ ജനങ്ങളുടെ നിരന്തരം ആവശ്യമായിരുന്നു അവിടെ ഒരു പാലം വേണം എന്നുള്ളത്. അത് യാഥാർത്ഥ്യമായപ്പോൾ ഒരു നാടൊന്നാകെ ഇളകി വന്നു. ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ അവിടെ പായസം വെച്ചു, പരസ്പരം സന്തോഷം പങ്കുവച്ചു. കാരണം അവർക്ക് സാധാരണക്കാരായ മനുഷ്യർക്ക് പന്തളത്ത് പോകുന്നതിനും മറ്റും ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടിയിരുന്നു. 10 വർഷം മുൻപ് നമുക്കിപ്പം നിലവിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനുകളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സ്ഥാപിതമായിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പുതിയ പോലീസ് സ്റ്റേഷനുകൾ ഇലവന്തിട്ടയിൽ ഉൾപ്പെടെ, കോയിപ്പുറത്തും പത്തനംതിട്ടയിലും ഒക്കെ പുതിയ ആറന്മുളയിലും ഉൾപ്പെടെ പുതിയ സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നത്, അതായത് പുതിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് നമുക്ക് സാധിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ, ആറന്മുള നിയോജക മണ്ഡലത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ, സ്കൂളുകൾ നമ്മുടെ തൊട്ടടുത്തുള്ള കോഴഞ്ചേരി സ്കൂളിന് 6 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ടാണ് പുതിയ ബഹുനില കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. കോഴഞ്ചേരി സ്കൂൾ മാത്രമല്ല, കടമ്മനിട്ട സ്കൂൾ, നമ്മുടെ പ്രിയപ്പെട്ട കവി കടമ്മനിട്ട ഉൾപ്പെടെ പഠിച്ച കടമ്മനിട്ട സ്കൂൾ 6 കോടി രൂപയ്ക്ക് ബഹുനില കെട്ടിടം അവിടെ യാഥാർത്ഥ്യമാക്കി. ഓരോ പഞ്ചായത്തിലും, ഇരവിപേരൂർ മുതൽ അങ്ങ് പത്തനംതിട്ട വരെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്കൂളുകളിൽ പുതിയ സ്കൂളുകൾ, കുളനടയിൽ പഞ്ചായത്ത് സ്കൂളിന് പുതിയ 2 ബ്ലോക്കുകൾ, ചെന്നീർക്കരയിൽ MLA ഫണ്ട് വെച്ചുകൊണ്ട് സ്കൂൾ അനുവദിച്ചു. മല്ലപ്പുഴശ്ശേരി, നെല്ലിക്കാലായി ഉൾപ്പെടെ MLA ഫണ്ട് വെച്ചുകൊണ്ട് പുതിയ സ്കൂൾ അനുവദിച്ചു. ഇരവിപേരൂർ, കോയിപ്പുറത്ത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചുകൊണ്ട് അവിടെ സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമാക്കുകയുണ്ടായി. വില്ലേജ് ഓഫീസുകൾ, സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ യാഥാർത്ഥ്യമാക്കി. 8 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ആശുപത്രികൾ, നമ്മുടെ കോഴഞ്ചേരി ആശുപത്രി 30 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് അന്ന് പഴയ ഓടിട്ട ആസ്പെറ്റോ ഷീറ്റ് ഇട്ട ആ കാഷ്വാലിറ്റിയിൽ നിന്ന് അതിമനോഹരമായി പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിലേക്ക് ആ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം മാറ്റുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു. പുതിയ ജീറിയാട്രിക് വാർഡ്, നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്ക് പ്രായസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു രോഗികളിൽ നിന്ന് വ്യത്യസ്തമായി പരിചരണം ലഭിക്കുന്നതിന് വേണ്ടി ജീറിയാട്രിക് വാർഡ്, അതുപോലെ കണ്ണിന് മാത്രം ഓപ്പറേഷൻ സാധ്യമാകുന്ന പുതിയ ഒഫ്താൽമോളജി വിഭാഗം, ഗർഭിണികൾക്ക് ശിശുക്കൾക്ക് വേണ്ടി പ്രത്യേകമായ ഗൈനക്കോളജി വിഭാഗം, ദേശീയ ഗുണനിലവാര സർട്ടിഫിക്കേഷൻ അനുസരിച്ച് ലേബർ ഉൾപ്പെടെയുള്ള ഡെലിവറി ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ ശാസ്ത്രീയമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇവിടെ ഒരുക്കുകയുണ്ടായി. 10 വർഷം മുൻപ് ഞാൻ പറഞ്ഞു, ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ജില്ലയിൽ സർക്കാർ മേഖലയിൽ ഒരു ഹൃദ്രോഗ വിഭാഗം ഉണ്ടായിരുന്നില്ല. സർക്കാർ ആശുപത്രിയിൽ നമ്മൾ ഓടുമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിലേക്ക്. ആ പ്രൈവറ്റ് ആശുപത്രി ചെല്ലുമ്പോഴോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ പറയും 5 ലക്ഷം 6 ലക്ഷം രൂപയാകും. നമ്മൾ ഇവിടെ നിന്ന് ആ പണം കണ്ടെത്തും. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകില്ല. അങ്ങനെ രോഗത്തിന് മുന്നിൽ ആരും നിസ്സഹായരായി പോകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ആർദ്രം മിഷൻ ആവിഷ്കരിച്ചത്. ഇന്ന് നോക്കൂ, നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗമുണ്ട്, അവിടെ കാത്ത് ലാബ് ഉണ്ട്. കാത്ത് ലാബ് ഈ ഇന്റർവെൻഷൻ, സർജിക്കൽ പ്രൊസീജിയറൊക്കെ, സർജിക്കൽ ശസ്ത്രക്രിയകളൊക്കെ, ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടമാണ് കാത്ത് ലാബ്. അവിടെ 8,000 ആളുകളാണ്. 8,000 ആളുകൾ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ളവ നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചെയ്തു കഴിഞ്ഞു. 53 കോടി രൂപയുടെ കെട്ടിടങ്ങളാണ് അവിടെ സാധ്യമാക്കിയിട്ടുള്ളത്. നമ്മുടെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം കിഫ്ബിയിലൂടെ 50 കോടി രൂപ അനുവദിച്ചു. പക്ഷേ ആ 50 കോടി രൂപ അനുവദിച്ച ജില്ലാ സ്റ്റേഡിയത്തിന് നമുക്ക് അനുവാദം ലഭിച്ചില്ല. നമ്മൾ ഒരിടത്തും കേട്ടുകേൾവിയുള്ള ഒരു കാര്യമല്ല. കാരണം സാധാരണ ഫണ്ട് ലഭിക്കാനാണ് നമുക്ക് പ്രയാസമുള്ളത്. പക്ഷെ ഇവിടെ ഫണ്ട് ലഭിച്ചു. KK നായർ സാറിന്റെ പേരിലുള്ള ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് 50 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ടു. അന്നത്തെ മുനിസിപ്പൽ ഭരണസമിതി അതിന് അനുവാദം നൽകിയില്ല. നമ്മൾ സമരം ചെയ്തു.
അവിടെ സമരമിരുന്നു, രാപ്പകൽ സത്യഗ്രഹമിരുന്നു, ചർച്ചകൾ നടത്തി. അന്നത്തെ കായിക വകുപ്പ് മന്ത്രിയുടെ മുൻപിൽ ചർച്ച നടത്തി. ഒരു രക്ഷയുമില്ല, ഒരു അനുവാദവും ലഭിച്ചില്ല. 2020 LDF പത്തനംതിട്ട നഗരസഭയിൽ അധികാരത്തിലെത്തിയപ്പോഴാണ് നമുക്ക് അനുവാദം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായിട്ടുള്ള കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അദ്ദേഹം അതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ശത്രു രാജ്യത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് പോലെയാണ് പത്തനംതിട്ടയിൽ ഒരു ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കേണ്ടി വന്നത്. കാരണം ഇവിടെ നിന്ന് ഊമക്കത്തുകൾ പോവുകയാണ്. ഊമക്കത്തും പേര് വെച്ചുള്ള കത്തും പോകും. പേര് വെച്ചുള്ള കത്ത് പോകുമ്പം അത് പരാതിയായിട്ട് ഫയലിൽ സ്വീകരിക്കപ്പെടുമല്ലോ. ഊമക്കത്ത് വന്നാലും അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് സർക്കാർ സ്വാഭാവികമായിട്ടും പരിശോധിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ എന്താണെന്നറിയോ? ഇവിടെ നിന്ന് കത്ത് ചെല്ലുകയാണ്, ഇവിടെ ഈ പണം ചെലവഴിക്കരുത്, ഇത് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണ്, അതുകൊണ്ട് ഇവിടെ സ്റ്റേഡിയം നിർമ്മിക്കരുത് എന്നുള്ളതാണ്. ഓർത്തു നോക്കണം, 45-50 വർഷമായി റിപ്പബ്ലിക് ഡേ പരേഡും ഇൻഡിപെൻഡൻസ് ഡേ പരേഡും ഉൾപ്പെടെ നടക്കുന്ന പത്തനംതിട്ടയുടെ സ്റ്റേഡിയത്തിൽ അവിടെ ഒരു നിർമ്മാണം നടന്നിരുന്നില്ല. ട്രാക്കോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിർമ്മിക്കുന്നതിന് തടസ്സം നിന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ ഇപ്പോ അവിടെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ, ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അവിടെ നടക്കുമ്പോഴും അതിന് സമാന്തരമായിട്ട് പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ബഹുമാനിയായിട്ടുള്ള നമ്മുടെ അടൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്പോൾ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടെ സഖാവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത്, പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ അതിന് സമാന്തരമായിട്ട് പ്രതിഷേധ പ്രകടനം വരിക, എന്നിട്ട് പറയുകയാണ് തട്ടിപ്പാണ്, ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ്. കോഴഞ്ചേരി പാലത്തിന് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായി ഏതാണ്ട് 4 കേസുകളോളം ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. അപ്പുറത്തെ കേസുകൾ ഒന്ന് GSTയുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, അങ്ങനെ 3.5-4 വർഷത്തോളം കേസുകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, ഈ കാലഘട്ടത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചു. എന്താണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ? കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ്. നമ്മൾ നോക്കൂ, നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ ഇന്നവിടെ ലാബുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിലുള്ള നിയമസഭയിൽ ഞാനൊരു പത്ര കട്ടിങ് കൊണ്ടുപോയിരുന്നു. ആ പത്ര കട്ടിങ്ങിൽ പറയുന്നത് 10 വർഷം മുൻപുള്ള ഒരു കാര്യമാണ്. അതിൽ പറയുന്നു 250 ലാബുകൾ. ഏത് ലാബുകളാണ്? സാധാരണ രക്തമൊക്കെ പരിശോധിക്കുന്ന ലാബുകൾ. അത് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് സർക്കാരിന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് 2015-16 ഒരു പേപ്പർ കട്ടിംഗ് മാതൃഭൂമിയുടേതാണെന്ന് തോന്നുന്നു. അത് ഞാൻ നിയമസഭയിൽ കൊണ്ടുപോയിരുന്നു. ഈ 10 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലും ലാബുകൾ സ്ഥാപിച്ചുകൊണ്ട് 1300 ലാബുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ലാബുകളെ പരസ്പരം നമ്മൾ ബന്ധിപ്പിച്ചു. എന്താണ് അതിന്റെ പ്രയോജനം? നമുക്കിപ്പോ ഓമല്ലൂരിൽ, നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഓമല്ലൂരിലെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ അവിടെ രക്തം പരിശോധിക്കാം. അവിടെ പരിശോധന ഡോക്ടർ പറയുന്ന അനുസരിച്ച് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിൾ എടുക്കും. നമ്മൾ ഓട്ടോ പിടിച്ച് പത്തനംതിട്ട പോകണ്ട, ഓട്ടോ പിടിച്ച് കോഴഞ്ചേരി വരണ്ട, അടൂര് പോകണ്ട. അവിടെ ചെയ്യുന്നത് എന്താണ്? അവിടെ പരിശോധിക്കാൻ കഴിയുന്ന ടെസ്റ്റുകൾ അവിടെ നടത്തുകയും അവിടെ കഴിയാത്തത് ഉയർന്ന ലാബിലേക്ക്, ഇവിടെ ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ലാബ് കോഴഞ്ചേരിയിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് തുടങ്ങാനായിട്ട് കഴിഞ്ഞു. ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയച്ചിട്ട് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ അതിന്റെ റിസൾട്ട് വരും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് അതിന്റെ ഫലം എത്തുന്ന സാഹചര്യം ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത മേഖലകളിലും അടിസ്ഥാന സൗകര്യമാകട്ടെ, വിദ്യാഭ്യാസ രംഗമാകട്ടെ, ഉന്നത വിദ്യാഭ്യാസ രംഗമാകട്ടെ. ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യ രംഗത്തെ കുറിച്ച് പറയാം, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് കൂടി പറയാം. കേരളത്തിൽ ഈ കാലഘട്ടത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയത്. 4 മെഡിക്കൽ കോളേജുകളാണ് ഈ 5 വർഷത്തിനുള്ളിൽ തുടങ്ങിയത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും കാസർഗോഡും വയനാടും. ഇന്ന് സംസ്ഥാനത്തെ BSc നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം 10,308 പ്രിയപ്പെട്ടവരെ, ഈ 10,308 നഴ്സിംഗ് സീറ്റുകളിൽ അഭിമാനത്തോടെ വിനയത്തോടെ പറയട്ടെ, 3,500 സീറ്റുകളും ഈ 5 വർഷത്തിനുള്ളിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ സർക്കാർ മേഖലയിൽ, നമ്മുടെ കോഴഞ്ചേരിയിൽ നിന്നും, പത്തനംതിട്ടയിൽ നിന്നും, തോട്ടപ്പുഴശ്ശേരിയിൽ നിന്നും, പുല്ലാട് നിന്നും, കുമ്പനാട് നിന്നും ഒക്കെ ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ പത്തനംതിട്ടയിലൊക്കെ ഉൾപ്പെടെ, അല്ലെങ്കിൽ കോന്നിയിലൊക്കെ ഉൾപ്പെടെ സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് 22 നഴ്സിംഗ് കോളേജുകൾ സർക്കാർ അനുബന്ധ മേഖലകളിൽ തുടങ്ങാൻ സാധിച്ചു. ഓർത്തു നോക്കുക, ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ, ഏറ്റവും കൂടുതൽ നഴ്സിംഗ് കോളേജുകൾ. ഇപ്പൊ ആറന്മുളയെ കുറിച്ച് പറഞ്ഞാൽ, പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് നമ്മൾ ആരംഭിച്ചു. ആറന്മുള
കെയ്പ്പിന്റെ സഹകരണ വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിൽ കെയ്പ്പിന്റെ നഴ്സിംഗ് കോളേജ് അനുവദിച്ചു. കോന്നിയിൽ സിമറ്റിന്റെ നഴ്സിംഗ് കോളേജ്, സിപാസിന്റേത് ചിറ്റാറിൽ, കോന്നിയിൽ മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞു പത്തനംതിട്ടയിൽ ആരംഭിക്കാനായിട്ട് സാധിച്ചു. ഈ കാലഘട്ടത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി കേരളം മാറി. 10 വർഷം മുൻപ് സൗജന്യ ചികിത്സയ്ക്ക് നൽകിയിരുന്നത് സംസ്ഥാനത്ത് വിവിധ സ്കീമുകളിൽ ഒരാൾക്ക്, ഒരു കുടുംബത്തിന് പരമാവധി ഒരു വർഷം 30,000 രൂപയാണ്. പക്ഷേ ഇന്നോ ആ 30,000ന്റെ സ്ഥാനത്ത് ഒരു കുടുംബത്തിന് ഒരു വർഷം ലഭിക്കുന്ന സൗജന്യ ചികിത്സ അതിന് അനുവദിക്കുന്ന തുക എത്രയാണെന്ന് അറിയാമോ? 5 ലക്ഷം രൂപയാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 2019 സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നത്. അന്ന് 40,000 കുടുംബങ്ങൾക്കാണ് 10 വർഷം മുൻപ് സ്കീം ഉണ്ടായിരുന്നത്, ഇങ്ങനെ സൗജന്യ ഇൻഷുറൻസ് ലഭിച്ചുകൊണ്ടിരുന്നത്. ആ 40,000 കുടുംബങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് 42.5 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നുണ്ട്. എന്താണ് വ്യത്യാസം നോക്കൂ. 30,000ന്റെ സ്ഥാനത്ത് ഒരു വർഷം 5 ലക്ഷം രൂപ. 40,000 കുടുംബങ്ങളുടെ സ്ഥാനത്ത് 42.5 ലക്ഷം കുടുംബങ്ങൾക്ക് ഇന്ന് സൗജന്യ ചികിത്സ ലഭിക്കുന്നു. ഇനി ഒരു ആരോഗ്യരംഗത്തെ കണക്കാക്കേണ്ടത് എങ്ങനെയാണ്? പല ഘടകങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് നിപ്പ, ഈ കാലഘട്ടത്തിൽ പലതവണ നിപ്പ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 2023 കോഴിക്കോട് നിപ്പ ഔട്ട്ബ്രേക്ക് ഉണ്ടായി. 1-ലധികം ആളുകൾക്ക് നിപ്പ ബാധിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ള രോഗമാണ് നിപ്പ. 90% മുകളിലാണ്. പ്രിയപ്പെട്ടവരെ, 2023 കോഴിക്കോട് നിപ്പ ഉണ്ടായപ്പോഴുള്ള മരണനിരക്ക് എത്രയാണെന്നറിയാമോ? 33%. ലോകത്ത് 90% മുകളിൽ മരണനിരക്കുള്ള ഒരു രോഗത്തിന്, ഒരു പകർച്ചവ്യാധി, നമ്മുടെ കൊച്ചു കേരളത്തിൽ മരണനിരക്ക് 33%. അങ്ങനെ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. അമീബിക് മെനിഞ്ചോഎൻകഫലൈറ്റിസ് ജലജന്യ രോഗമാണ്. അമീബ മൂലമാണ് ഉണ്ടാകുന്നത്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് അത് അറിയപ്പെടുന്നത്. നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്നതാണ്. അതിൽ മരണനിരക്ക് 99%. 100 പേർക്ക് രോഗം പിടിച്ചാൽ 99 ആളുകളും മരിച്ചു പോകും. അങ്ങനെയാണ് ലോകത്ത് വൈദ്യശാസ്ത്രം പറയുന്നത്. കേരളത്തിൽ എത്രയാണെന്നറിയാമോ മരണനിരക്ക്? കേരളത്തിലെ മരണനിരക്ക് 24%. ഡെങ്കിപ്പനി, ഏറ്റവും വലിയ ഡെങ്കി ഔട്ട്ബ്രേക്ക് കേരളത്തിൽ ഉണ്ടായത് 2013-14 കാലയളവിലാണ്. അന്ന് യു ഡി എഫ് ഭരിക്കുമ്പോൾ 2013-14 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കി മൂലം മരണം കേരളത്തിൽ സംഭവിച്ചത്. അന്നത്തെ മരണനിരക്ക് 0.6%. ഇന്ന് കേരളത്തിൽ ഡെങ്കി മൂലമുള്ള മരണം എത്രയാണെന്നറിയാമോ? 0.09 അല്ലെങ്കിൽ 0.09 ഏതാണ്ട് 0.1 എത്ര സ്ഥാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നമുക്ക് തുടങ്ങാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, സമസ്ത മേഖലകളിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നാം കാണേണ്ടത്, ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആളുകൾ സംസാരിക്കുമ്പോൾ കൈകൾ വന്ന് പിടിച്ചിട്ട് പറയും, ഞങ്ങൾ ഒപ്പമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തെക്കേമലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സ്ത്രീകൾ ധാരാളമായിട്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, കോഴഞ്ചേരി ആശുപത്രി എത്ര മനോഹരമായി നിർമ്മിച്ചു. നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ലാബ് സൗകര്യമുണ്ട്, ഞങ്ങൾക്ക് ഇരിക്കാൻ കസേരയുണ്ട്, അവിടെ ഡോക്ടറുണ്ട്, അവിടെ മരുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ ഇത്തവണ കൂടെയുണ്ടാകും, ഞങ്ങൾ ഇടതുപക്ഷത്തിനായിരിക്കും, ഇത്തവണ വോട്ട് ചെയ്യുക എന്നവർ പറയുകയുണ്ടായി. നമ്മുടെ മാതാപിതാക്കൾ, ഞാൻ ഓർക്കുന്നു 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ച് വരുമ്പോൾ അന്നത്തെ ആദ്യത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് എന്താണ്? 500 രൂപ 600 രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് 1000 രൂപയാക്കി ഉയർത്തും എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ഇടതുപക്ഷം കേരളത്തിൽ വിജയിച്ചപ്പോൾ 2016 ആദ്യത്തെ മന്ത്രിസഭ തീരുമാനിച്ചു, ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തണം. പ്രകടന പത്രിക തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് വാങ്ങിക്കാനുള്ള പ്രഹസന പത്രികയല്ല, അത് യാഥാർത്ഥ്യമാക്കി ജനങ്ങൾക്ക് മുന്നിൽ, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നയം. പ്രിയപ്പെട്ടവരെ,
ആ 500 രൂപയുടെ സ്ഥാനത്ത് ഇന്ന് 2000 രൂപ സാമൂഹ്യ പെൻഷൻ നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് കൈകളിൽ മുടങ്ങാതെ എത്തിക്കാൻ കഴിയുന്നു. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെയും ഇച്ഛാശക്തിയുടെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമവും നടത്തുമ്പോഴും നാം കാണേണ്ടത് അസത്യ പ്രചരണങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിന്റെ സമാദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം നമ്മുടെ മണ്ണിലേക്ക്, പത്തനംതിട്ടയിലേക്ക്, ആറന്മുള നിയോജക മണ്ഡലത്തിലേക്ക്, കോഴഞ്ചേരിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ വിശദീകരിച്ചാൽ നമ്മുടെ ഓരോ വികസന പ്രവർത്തനങ്ങളും, നമ്മുടെ റോഡാകട്ടെ, നമ്മുടെ സ്കൂളാകട്ടെ, നമ്മുടെ ആശുപത്രിയാകട്ടെ, നമ്മുടെ പാലമാകട്ടെ, നമ്മുടെ മറ്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളാകട്ടെ, ഇതോരോന്നും യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ദൃഢനിശ്ചയത്തോടെ, ഇച്ഛാശക്തിയോടെ ഈ ഗവൺമെന്റിനെ നയിച്ചത് സഖാവ് പിണറായി വിജയനാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു, ആദ്യത്തെ മന്ത്രിസഭ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തുന്നതിന് തീരുമാനമെടുത്തതും അത് നടപ്പിലാക്കിയതും ഈ സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭ തീരുമാനമെടുത്തത് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കും എന്നുള്ളതാണ്. അതിദരിദ്രരില്ലാത്ത കേരളമായി നമ്മുടെ കൊച്ചു കേരളം മാറും എന്നുള്ളതാണ്. 3.5 കോടി ജനങ്ങളുള്ള ഈ കൊച്ചു കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറ്റിയത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം, ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് തുടരണമോ? ഇത്തരത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായി നമുക്ക് സാധ്യമാക്കണമോ? അങ്ങനെ വേണമെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരേണ്ടതായിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ വികസനങ്ങൾ നോക്കൂ. നമ്മുടെ ആറന്മുളയെ നോക്കൂ. നമ്മുടെ 12 പഞ്ചായത്തും 12 മുനിസിപ്പാലിറ്റി, 13 തദ്ദേശ സ്ഥാപനങ്ങളും മുക്കിലും മൂലയിലും ജനങ്ങൾ ആവശ്യപ്പെടുന്ന, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്ന, നിങ്ങൾ നേതൃത്വം നൽകിയ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി ഇനി കാര്യങ്ങൾ നമുക്ക് തുടർന്നു കൊണ്ടുപോകേണ്ടതായിട്ടുമുണ്ട്. നമ്മുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി, അത് പെൻഷനാകട്ടെ, നമ്മുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതികളാകട്ടെ, മറ്റു പ്രവർത്തനങ്ങളാകട്ടെ, കൂടുതൽ മികവോടുകൂടി കൂടുതൽ ശക്തമായി നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം എല്ലാവരോടും നമുക്ക് അഭ്യർത്ഥിക്കാം. നമ്മുടെ ഈ പൊതുസമൂഹത്തോട് കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ വച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഒന്നും ചെയ്യാത്തവർ. ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പത്തനംതിട്ടയിൽ 20 വർഷമായിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് തറക്കല്ലിടുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു തൂണ് ഉയർത്താൻ അതിന് ശ്രമം നടത്തിയവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഒന്നാന്തരമായി 9 ലൈൻ സിന്തറ്റിക് ട്രാക്കോടുകൂടി ഒളിമ്പിക് മാനദണ്ഡ പ്രകാരമുള്ള നീന്തൽക്കുളവും അതോടൊപ്പം 9 ലൈൻ സിന്തറ്റിക് ട്രാക്കും മറ്റു ഗാലറിയും ഒക്കെ യാഥാർത്ഥ്യം ആയി കഴിഞ്ഞിരിക്കുന്നത്, യാഥാർത്ഥ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സത്യം സംസാരിക്കട്ടെ. സത്യം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ സമൂഹത്തോട് അഭ്യർത്ഥിക്കാം, നമുക്ക് കൈകൾ കോർത്തുപിടിക്കാം. കേരളത്തിൽ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിനും അതിന് തുടർച്ചയുണ്ടാകുന്നതിനും ഇവിടെ ഇടതുപക്ഷം വിജയിക്കേണ്ടത് അനിവാര്യതയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആറന്മുള നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയമുണ്ടാകേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന ക്ഷീണമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിക്കുന്നതിനും ആറന്മുളയിൽ നമുക്ക് അഭിമാനത്തോടെ ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 2026 ഏപ്രിൽ മാസം 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം വരുമ്പോൾ ഇവിടെ
ചെങ്കൊടി ഉയരട്ടെ. അതിനുവേണ്ടി നമുക്ക് അക്ഷീണം പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹൃദയാഭിവാദ്യങ്ങൾ.